പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ,
പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഡ്രൈവിങ് പഠിക്കുന്ന ഒത്തിരി ആൾക്കാർ, ഈ 10-40 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് കരയുവേ, അച്ഛാ ദുബായിലെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിനാണ് ഇപ്പോൾ 8 പ്രാവശ്യം എടുത്തച്ച, എന്നിട്ട് തോറ്റുപോയി. കാര്യം അവർ നമ്മൾ പറയുമ്പോൾ ഞാനതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. കാര്യം എനിക്ക് അങ്ങനെ ഒരാൾ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നറിയാം, അയാളുടെ ഭാര്യ, അവരുടെ കടങ്ങൾ, അവരുടെ പെൺകുഞ്ഞുങ്ങൾ, അവരുടെ പഠിത്തം, ഇങ്ങനെ കുറേ കാര്യം ഞാൻ ചിന്തിക്കും. കാര്യം ചിലപ്പോൾ ആ ഒറ്റ ഡ്രൈവിങ് ആ വളയം കൊണ്ടായിരിക്കണം തിരിച്ചാണ് ഈ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകേണ്ടത്. ഇപ്പം ഞാനാണെങ്കിൽ അത് കൊണ്ടുപോയി കർത്താവിൻ്റെ അടുത്ത് പട്ടാങ്ങി പറയും, കർത്താവേ ഈ മനുഷ്യന് സ്വസ്ഥയില്ലാത്തതാണ്, അതൊന്നും ഈ കാര്യമാക്കണ്ട. ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യേണ്ടതാണ്, ബട്ട് ബൈ ഗ്രേസ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുവെച്ചാൽ നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപയെന്ന് ദൈവം അത് ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്നറിയാവോ? നമ്മളുടെ പരാധീനതകളെ പരിഹരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കതിൽ വിശ്വാസം. അതുകൊണ്ട് ഉടമ്പടിയിൽ ഒത്തിരി പേര് ഉടമ്പടിയുടെ കാമ്പറിയാവുന്നവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. കാമ്പും കാതും അറിയാൻ പോലാത്തവർ ഇപ്പോഴും ഇരുട്ടി തപ്പറുണ്ട്. കാമ്പറിയാവുന്നവരെല്ലാവരും രക്ഷപ്പെടും. കാര്യം അത് ആ ഒരു കറക്റ്റ് ഫോർമുലയാണല്ലോ. അതിനപ്പം ഇനി ആർക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതിനൊക്കെ വലിയ ഫോർമുല ദൈവമായിട്ട് റിലേഷനിൽ വരാൻ വേണ്ടി. അപ്പം അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ പറ്റിയ അടയാളം കിട്ടാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള സംഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരൊറ്റ കൈ വന്ന നിങ്ങൾ ഈ കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള റിലേഷൻ വരുമ്പോൾ ടെമ്പർ റിലേഷൻസ്, എൻ്റെ മക്കളെ എനിക്ക് തോന്നണത് ഈ ടെമ്പർ റിലേഷൻസ് നമുക്ക് എല്ലാവരുമായിട്ട് സാക്ഷ്യം, പ്രത്യേകിച്ച് ഈ മലയാളികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വലിയ റിലേഷൻസ് ഒന്നും ഉള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ യൂസ് ആൻഡ് ത്രോ അല്ലേ. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അവരുമായിട്ട് കമ്മ്യൂണിക്കബിളായി അത് കഴിയുമ്പോൾ അവിടുന്ന് പോകുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന് അവരുമായിട്ടുള്ള അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കറണ്ട് മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് അക്കൗണ്ടാണ് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പലപ്പോഴും മലയാളികൾ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഒരു ശാശ്വതമായ റിലേഷൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നോക്കിയാൽ മതി. നിങ്ങൾ വർഷങ്ങളോളം എല്ലാവരെയും നിങ്ങൾ ഉടനെ അക്കൗണ്ട് കൊണ്ടുവരും. പക്ഷേ എത്ര പേര് അക്കൗണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചില അക്കൗണ്ടൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഡെഡാണ് അല്ലേ. വാട്സപ്പിലെ കുറേ അക്കൗണ്ടുകൾ 2-3 കൊല്ലമായിട്ട് ആരെയും വിളിക്കാത്ത കേസുണ്ട്. നിങ്ങൾക്ക് ആ അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ലായിരുന്നു വർഷത്തിൽ. 3 കൊല്ലമായിട്ടൊക്കെ ഒരു അക്കൗണ്ടിന് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് തുടങ്ങണേ എന്തിനാ? അപ്പോൾ പക്ഷേ ഈ മലയാളിയുടെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ടെമ്പററി എല്ലാം അവർ ഒരു ആദ്യത്തെ ആവേശത്തിന് കയറി അക്കൗണ്ട് ആക്കും. പിന്നെ അവിടെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവർ അക്കൗണ്ട് യൂസ് ചെയ്യത്തില്ല. അത് ഡെഡ് അക്കൗണ്ട് ആകും. ഞാനത് എൻ്റെ മക്കളോട് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡെഡ് അക്കൗണ്ട് ദൈവവുമായിട്ട് നമുക്ക് പറ്റത്തില്ല. ഉടമ്പടി ചില ആൾക്കാരുടെ അക്കൗണ്ട് ഡെഡായിരിക്കണതിൻ്റെ കാരണം അതാണ്. അവർക്ക് ടെമ്പർ റിലേഷൻസേ ഉള്ളൂ. ദൈവവുമായിട്ട് നമുക്ക് ഒരു ഡെഡ് അക്കൗണ്ട് പറ്റത്തില്ല. കാര്യം അക്കൗണ്ട് ആക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് ഡെഡാണെന്നറിയാം. അപ്പോൾ തന്നെ ആരുടെയെങ്കിലും അക്കൗണ്ട് ഉടമ്പടി അക്കൗണ്ട് ഡെഡായി പോയിട്ടുണ്ട്, ഇന്ന് തന്നെ നിങ്ങൾ അത് പുതുക്കി ദൈവമായിട്ട് ആ പഴയ പ്രസരിപ്പിനും പ്രേക്ഷിത പ്രവർത്തനത്തിലും ഒക്കെ വരണം. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം
അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ചില സമയത്ത് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഒരു ആന്തരിക അഭിഷേകം വരണം. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നമ്മൾ പറയണതും പറയാത്തതും ചെയ്യേണ്ടതും ഭാവി ചെയ്യേണ്ടതും എല്ലാം കണക്ക് കൂട്ടിയാണ് കർത്താവിൻ്റെ കൂടെ ജീവിക്കണം. ഭയങ്കര രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല, നമുക്കതുകൊണ്ട് ഇപ്പോൾ ഒരു നോ യൂസ് ആയിരിക്കും. പക്ഷേ കർത്താവ് കരുതി കൂട്ടി നമുക്ക് അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ കർത്താവ് അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കാണാം. ഞാൻ ദൈവമായിട്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ സത്യം അതാണ്. അത് നമ്മുടെ അപ്പനെയും പറ്റത്തില്ല, അമ്മയ്ക്കും പറ്റത്തില്ല. അത് ദൈവത്തിന് മാത്രമേ കറക്റ്റായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ദൈവം ഒരു മസ്റ്റാണ് ശരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. നന്ദി. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും ഇന്നിവിടെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ടീന മാത്യു. ഇതെൻ്റെ അമ്മ അന്നമ്മ മാത്യു. ഞങ്ങൾ കോട്ടയം മണിമല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ 2025 ഏപ്രിൽ 12-ാം തീയതി ആണ് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അതായത് നാളെ ഏപ്രിൽ 12 ഒരു ദിവസം മുമ്പ് ഏപ്രിൽ 11-ാം തീയതി തന്നെ എനിക്കിവിടെ കയറി സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ 2025 ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു 2022. അപ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യമാണ് ഫസ്റ്റ് പറയുന്നത്. ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, ഇതേപോലെ കൃപാസനമുണ്ട്, നമുക്ക് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൃപാസനത്തിൽ വന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അല്ലെങ്കിൽ ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ പള്ളി എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടെ. അതായത് വന്ന് കയറുമ്പം തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അതേപോലെ റഷാണ്. ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അന്നത്തെ ദിവസം. അപ്പോൾ എനിക്ക് ഉള്ളിലേക്ക് കയറുക എന്ന് പറയുന്നത് നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതിയാവും, ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എത്തിക്കോളും. അത്രയും റഷായിരുന്നു ഞാൻ വന്ന ദിവസം. അപ്പോൾ ഏതായാലും പള്ളിയിൽ വന്നതാണ്, അപ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വന്നു. ഉള്ളിൽ വന്നിട്ട് 10 മിനിറ്റ് ഞാൻ ഉള്ളിൽ നിന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ഇത്രയും പേര് ഇവിടെ നിന്ന് ശ്വാസം എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്രയും പേരുടെ ഇടയ്ക്ക് ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പുറത്ത് ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോയി നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു പോയി. അതായത് ഭാഗ്യം ലഭിച്ചവരിൽ ഒരാളാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് കൃപാസനത്തിൽ കാലുകുത്തിയ അന്ന് തന്നെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടുന്ന് ഞാൻ ഹോസ്റ്റലിൽ പോയി, എറണാകുളത്താണ്. ഹോസ്റ്റലിൽ ചെന്ന് 2ാമത്തെ ദിവസം ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കാണുവാണ്. ഡോക്ടർ ജോജോ ജോസഫ്, വലമറ്റം, കടവന്തറ. അപ്പം സാറിങ്ങനെ ഇതേപോലെ ബ്രീത്തിങ് ഇഷ്യൂസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നത്. അപ്പം സാറിങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നങ്ങളെന്ന്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ആണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതല്ലേ, അപ്പോൾ ഫുഡൊക്കെ കഴിക്കാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ്. എന്ത് ഇഷ്യൂ ആയിട്ട് ഇപ്പം ബ്രീത്തിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റക്കാവും. അതായത് 2-3 സെക്കൻഡിലേക്ക് ശ്വാസം ഇങ്ങനെ സ്റ്റക്കായി പോവും. ചിലപ്പോൾ ഈ ബ്രീത്തിങ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ സിമ്പിളല്ലേ എന്ന്. നമ്മളൊന്ന് ആലോചിച്ചേക്കേ, നമ്മളൊരു മിനിറ്റത്തേക്കല്ല ഒരു സെക്കൻഡേക്ക് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവത്തില്ല, അവർക്ക് നന്നായിട്ട് ഒരു ഉറക്കം കിട്ടത്തില്ല. അവർ ഉണർന്നെഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ആക്ടിവിറ്റീസിലൊന്നും കൃത്യമായിട്ട്
പങ്കെടുക്കാൻ പറ്റത്തില്ല. നല്ല ടയേർഡായിരിക്കും, നടക്കുമ്പോൾ നല്ല കിതപ്പുണ്ടാകും, സ്റ്റെപ്പ് കയറുമ്പം പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടയേർഡായിരിക്കും, ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ മറ്റാളുകളെയും കാണിച്ചതാണ്. എന്നിട്ട് അവർ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് സെക്കൻഡ് ഡേയിലാണ് ഞാൻ ആ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പം സാറ് പറഞ്ഞു, ഈ പറഞ്ഞ ഇഷ്യൂസ് വെച്ചിട്ട് ഇത് ബ്രീതിങ് പ്രോബ്ലം ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സോ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ട് ഇത് ബ്രീത്തിങ് ഇഷ്യൂ ആണെന്ന് കണ്ടുപിടിക്കുകയും അതിന് പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു രോഗസൗഖ്യം ഉണ്ടാകുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത്. അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സ്പെഷ്യലി പറയാറുണ്ട്, കൃത്യമായിട്ടുള്ള രോഗത്തിനുള്ള ഡയഗ്നോസിസ് നടക്കുകയും ട്രീറ്റ്മെൻറ്റ് നടക്കാനും വേണ്ടിയിട്ട് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം എന്നെപ്പോലെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള വഴി മാതാവ് കാണിച്ചു തരും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഞാൻ 2025 ഏപ്രിൽ ഇവിടെ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിട്ട് വെച്ചത്, ഞാൻ ഒരു കോളേജ് അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2022 ഞാൻ ജോലിക്ക് അവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ കോളേജിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് 2017 ശേഷം ആ കോളേജിലൊരു ഇൻക്രിമെൻറ്റ് നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ പോസ്റ്റിലേക്കൊരു പോസ്റ്റ് ആ കോളേജിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് ഒരു വർഷം മുമ്പ് ഇതേപോലെ ജസ്റ്റ് ഒരു ഹയർ പോസ്റ്റ് വിളിച്ചു. ആ ഹയർ പോസ്റ്റിൽ ഞാനും അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ബാക്കി 2 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ ഹയർ പോസ്റ്റിലേക്ക് കയറി. അതിനുശേഷം ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു. ഉടമ്പടിയിൽ നിയോഗത്തിൽ പറയുന്നുണ്ട്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെക്കണം, അതായത് ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളത്. അതായത് ഒരു വർഷം മുമ്പ് ഹയർ പോസ്റ്റിലേക്ക് ഓൾറെഡി ആളുകളെ എടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം 2017 തൊട്ടിട്ട് 7 വർഷത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ലെങ്കിൽ ഒറ്റ വർഷത്തിൽ ഈ ഒരു കാര്യം പോസിബിൾ അല്ല. അതേപോലെ 2017 ശേഷം സാലറി ഇൻക്രിമെൻറ്റും നടന്നിട്ടില്ല. അപ്പം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അറിയാം ഏകദേശം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കും അറിയാം, ഈ ഒരു വർഷത്തിൽ തന്നെ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമോ ഇൻക്രിമെൻറ്റോ ഒന്നും പോസിബിൾ അല്ല എന്നുള്ളത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഴ്ച തന്നെ ഹയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. ഈ അച്ഛനെ കണ്ട് പോയതിൻ്റെ ആ സെയിം വീക്ക് തന്നെ ഹയർ പോസ്റ്റിലേക്ക് വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു, എനിക്ക് പോസ്റ്റ് മാർക്ക് കിട്ടി. ഇതല്ലാതെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2017 ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 പ്രാവശ്യമാണ് എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടിയത്. അതായത് ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് 2 തവണ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടി. ഇനി എൻ്റെ അടുത്ത സാക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ്. ഏകദേശം 45 ലക്ഷത്തോളം കടബാധ്യതയുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റേത്. ഞങ്ങളുടെ വീടിൻ്റെ ആധാരം 19 വർഷമായിട്ട് ബാങ്കിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക, 19 വർഷം പൈസ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, ഫിനാൻഷ്യലി സ്ട്രഗിളായ സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഈ ആധാരം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പം ഞാൻ ഉടമ്പടിയിലെ ഒരു നിയോഗമായിട്ട് വെച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മാതാവേ, ഇതൊരു ജപ്തി പോലത്തെ ഒരു നടപടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരും തന്നെ കയറി വരാൻ പാടില്ല, നമുക്ക് ആധാരം എടുക്കാൻ പറ്റണം. സോ ഈ 45 ലക്ഷം രൂപ അടച്ച് ആധാരം എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ബാങ്കിൽ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് കൺവേ ചെയ്യും, പക്ഷേ ആധാരം എടുക്കാനുള്ള ഒരു ചാൻസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ മുന്നോട്ട് നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പ് എൻ്റെ അമ്മയും ചേട്ടനും കൂടെ ബാങ്കിൽ പോയി. ബാങ്കിൽ കയറുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് മാനേജറിനെ കണ്ട് സംസാരിച്ചു.
ഇവർ ബാങ്കിൽ പോകുന്ന ദിവസം ഇവർക്ക് അറിയത്തില്ല ഇവർ തിരിച്ചു വരാൻ പോകുന്നത് ആധാരം എടുത്തിട്ടാണ്. ഈ 45 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് നമ്മൾ അടച്ച് ആധാരം കയ്യിലെടുക്കുമെന്നുള്ളത് ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പോയി ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനി ഒരു കൺവിൻസിങ് ഒന്നും പോസിബിൾ അല്ല എന്നുള്ളത് നമുക്കും അറിയാം. എങ്കിലും ഓക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി മാനേജറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം സാർ പറഞ്ഞു കുറച്ച് എമൗണ്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് നമുക്ക് കുറച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ നിങ്ങൾക്ക് ആധാരം എടുക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇതല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയറിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊസീജിയറിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ 45 ലക്ഷത്തിൽ നിന്ന് എത്ര എമൗണ്ട് ആയിരിക്കും കുറച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അധികം എമൗണ്ട് ഒന്നും നമുക്ക് കുറച്ച് കിട്ടത്തില്ല. അത്രയും എമൗണ്ട് വിത്തിൻ എ ഡേ 45 ലക്ഷം രൂപയ്ക്ക് വിത്തിൻ എ ഡേ ആണ് ഇത്രയും എമൗണ്ട് അറേഞ്ച് ചെയ്തത്. അതായത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ എമൗണ്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സ് വേണം. അതായത് നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ആ എമൗണ്ട് നമ്മളെ വിശ്വാസമായിട്ട് തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ആളുകൾക്ക് മനസ്സ് വേണം. അപ്പോൾ ഈ ദിവസം തന്നെ ഇത്രയും രൂപ എബോവ് 35 lakhs അത്രയും രൂപ നമുക്ക് അറേഞ്ച് ചെയ്ത് ബാങ്കിൽ അന്ന് തന്നെ പൈസ അടച്ച ആധാരം നമ്മൾ തിരിച്ചെടുത്തു. 19 വർഷമായിട്ട് ബാങ്കിലിരുന്ന ആധാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എൻ്റെ കൈക്കുള്ളിൽ കക്ഷത്തിനകത്ത് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അത് ചെറിയ പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓരോ ഇതുപോലുള്ള എന്ത് കേസുമായിട്ട് ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ടെൻസ്ഡ് ആക്കും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പം ഞാൻ ആ അമ്മയുടെ ഉടമ്പടി തൈലം എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് പോയിട്ട് ഞാനത് കട്ടിലയിൽ അങ്ങ് മടക്കി വെച്ചു. അതായത് വായിക്കാനുള്ള ടൈം ബിസി ആയിപ്പോയി. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ പത്രം ഇങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പോൾ അതങ്ങ് വായിച്ചേക്കാം. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ആ പത്രം ഫുള്ളിരുന്ന് കംപ്ലീറ്റ് ഇരുന്ന് വായിച്ചിട്ട് ഞാനത് അവിടെ തന്നെ മടക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എനിക്ക് മുഴയുള്ള സ്ഥലത്ത് പെയിൻ എടുക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയിൻ എടുക്കാത്ത സമയത്ത് നമ്മൾ എന്തായാലും നോക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ദാറ്റ്സ് മീൻസ് ഒരു ചെറിയ നെല്ലിക്കാട് വലിപ്പത്തിൽ അത്ര ഉണ്ടായിരുന്ന ഒരു മുഴ തൊട്ടടുത്ത ദിവസം ഞാൻ ഈ പത്രം വായിച്ച് തീർത്ത് തൊട്ടടുത്ത ദിവസം അതവിടെ കാണാനില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ലഭിച്ച 4 അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും. പത്രം വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും കൃപാസനത്തിൽ വരുന്ന ഒരാളാണ്. ഒന്നെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ മസ്റ്റായിട്ട് ഇവിടെ വരും. പത്രം വാങ്ങിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഡിലേ ആണ്. അതായത് ഓരോരോ തിരക്കുകൾ കാരണം ഡിലേ ആക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല. ബിക്കോസ് എന്താ വെച്ചാൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അതായത് ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തിരക്കുകൾ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അത്രയും സമയം ഞാൻ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യും. ഒരു പേനായും കൂടെ എടുത്ത് വെച്ചിട്ടിരിക്കും. എന്നിട്ട് അച്ഛൻ പറയുന്ന കാര്യം എന്നെക്കുറിച്ചിട്ടാണോ എന്നുള്ളത് ഞാനൊരു സെൽഫ് അനാലിസിസ് നടത്തും. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഈ 3ാമത്തെ പ്രാവശ്യം അച്ഛൻ പറയുന്ന അതേ കാര്യം അതേപോലെ തന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ 3ാമത്തെ പുതുക്കലിലെ ഇത്രയും കാര്യങ്ങൾ. അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പത്രം, വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രഖ്യാപനം, ആതുര സേവനം. ഇത് പെർഫെക്റ്റ് ഫോർമുലയാണ്. ഇത് കീപ്പ് ചെയ്യുന്ന ഒരാൾ പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ഇത് കൂടാതെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സമയ ചുരുക്കത്തിൻ്റെ അമ്മ. അതിൽ പരിചയമുള്ള എല്ലാ ആൾക്കാരും, ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യം, ഒരു ദിവസം 7, 8, 9 സാക്ഷ്യങ്ങൾ വരെ കേൾക്കും. ഞാൻ കണ്ട് ഇതിന് ശേഷം ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യും.
ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളായിട്ടുള്ള ആളുകളെ പരിചരിക്കുക. ദാറ്റ്സ് മീൻസ് ഞാൻ നിൽക്കുന്നത് എറണാകുളമാണ്, അത്രയും വലിയൊരു സിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്താണ്, എങ്കിലും രോഗികളായിട്ടുള്ള ആളുകളെ ഞാൻ പോയി കാണും. സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകൾ, ആരും ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പം ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ അലോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ ബൈ സ്റ്റാൻഡറായിട്ട് ഞാൻ പോകും. അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും കൂടെ. അങ്ങനെയാണെങ്കിലും മടി കൂടാതെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ, അമ്മമാരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോകും. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അമ്മമാരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോവും. എന്നെക്കൊണ്ട് ആവശ്യമുള്ള, ഞാനിപ്പം എൻ്റെ പ്രസൻസ് ആണ് അവർക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അത് എന്നെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ്, ഈ പറഞ്ഞ പോലെ ഞാൻ നിൽക്കുന്ന സ്ഥലം എടപ്പള്ളിയാണ്. നിങ്ങൾക്കറിയാം, അത്ര റഷായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കാതെ ഫുട്പാത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് വാങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങളൊരു ഉച്ച 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. അപ്പോൾ ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ 45:3 നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നദികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ടീന മാത്യു എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി പ്രകാരമുള്ള ഉജ്ജ്വല സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടത്. മകൾ ഉടമ്പടിയെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്ര വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുന്നു, വിശേഷവിധിയായി എന്തൊക്കെ ചെയ്യുന്നു, അത് ഈ സാക്ഷ്യത്തിൽ നിന്ന് നാം സംശീകരിക്കേണ്ട പ്രത്യേകതകളാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ പ്രസൻസാണ് മറ്റുള്ളവർക്ക് ആവശ്യമെങ്കിൽ ഞാനത് അഗതികൾക്കും രോഗികൾക്കും ആരുപോലും ഇല്ലാത്തവർക്കും എൻ്റെ സാന്നിധ്യം കൊടുക്കുവാൻ ഒരിക്കലും ഞാൻ മടിക്കാറില്ല. ഒരുപക്ഷെ ഒരു രോഗിയോടൊപ്പം 1-2 ദിവസമൊക്കെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നാലും ഞാനത് നന്ദിയോടുകൂടി സ്നേഹത്തോടു കൂടി അത് ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഉടമ്പടി ആത്മാവിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമ്മൾ പരിശുദ്ധമ്മയുടെ പ്രേക്ഷിത തീഷ്ണതയുള്ള വ്യക്തികളായി മാറും. അമ്മ എങ്ങനെയാണോ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കപ്പെട്ട് ശുശ്രൂഷയ്ക്ക് പോയത്, അതുപോലെ തന്നെ ഉടമ്പടി ആത്മാവിൽ കത്തിക്കഴിയുമ്പോൾ നമ്മളത് ഓരോ വ്യക്തികൾക്കും നമ്മളെക്കൊണ്ട് എങ്ങനെ ഉപകാരപ്പെടണമോ ആ രീതിയിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയും. നമ്മൾ ഏതെങ്കിലും കാര്യം നേടുന്നു എന്നതിനെക്കുറിച്ച് അഭിമാനിക്കുകയല്ല, ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യും വിധം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ജീവിക്കുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ആത്മാവിനെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നിത്യതയെ നിരന്തരം കാണുന്നവർ ഈ ലോക ജീവിതത്തിൻ്റെ ജീവിച്ചിരുന്ന രീതികളിൽ നിന്ന് പൂർണ്ണമായി മാറിക്കൊണ്ട് കുറേ കൂടി അകക്കാമ്പുള്ള, കുറേ കൂടി ദൈവമുഖമുള്ള, കുറേ കൂടി കരുണയുള്ള ജീവിതം നയിക്കുവാൻ തയ്യാറാവുക. അങ്ങനെ നയിച്ചൊരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾ പറയുന്നുണ്ട്, അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അതൊന്ന് സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, 2 ഭാരം ലഘൂകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളാണ്. സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹമാണ് ദീർഘനാളായി മകൾ ഏറെ ക്ലേശിച്ചിരുന്ന ആ ബ്രീത്തിങ് ഇഷ്യൂ, അത് കാരണം എന്തെന്ന് കണ്ടെത്തി ഇവിടെ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ഡയഗ്നോസ് ചെയ്യുവാനും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടുവാനും സാധിച്ചത്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അടുത്ത നാളുകളിൽ തന്നെ മകളുടെ സാലറി ഹൈക്ക്, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, അതുപോലെ തന്നെ ഹയർ പോസ്റ്റിലേക്കുള്ള അവസരം, അതൊക്കെ മകൾക്ക് അത് 7 വർഷം 9 വർഷമായി കോളേജിൽ നടക്കാതിരുന്നത് മകൾ പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി നിയോഗം എഴുതിയിട്ടതിന് പ്രകാരം എനിക്ക് മാത്രമല്ല അവിടെ ജോലിയെടുക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാകും വിധം അമ്മ മാതാവ് ക്രമീകരിച്ചു തന്നുവെന്ന് അതിലേറെ അഭിമാനത്തോടെ മകൾ പറയുന്നുണ്ട്. 19 വർഷത്തോളം
ബാങ്കിൽ തന്നെയായിരുന്ന ആധാരവും അതിൻ്റെ പണമിടപാടുകളും വലിയ തുകയായിരുന്നിട്ട് കൂടി ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് തീർത്തെടുത്ത് വിടുതൽ നേടുവാനും ആധാരം അമ്മയുടെ മുമ്പിൽ നമ്മളെ കാണിച്ചുകൊണ്ട് ഇത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണെന്ന് ഏറ്റുപറയുവാനും തയ്യാറാവുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ എത്ര വേണമെങ്കിലും തരുവാൻ ദൈവത്തിന് മടിയില്ല. ദൈവത്തിന് ഉടമസ്ഥതയുള്ള, ദൈവം ഇഷ്ടപ്പെടുന്ന മക്കളായി വളരുവാൻ, ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറുള്ളവരാണോ, ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുന്ന് ഓരോ നിമിഷവും പരിശോധിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടി അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയ്ക്ക് ഉടമസ്ഥതയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ വിശ്വസ്തതയിൽ ജീവിക്കാം. ദൈവസ്നേഹത്തോടുകൂടി കൂടെയുള്ളവർക്ക്, മനുഷ്യർക്ക്, അഗതികൾക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതൽ കൊടുക്കുന്നവരായി നമുക്ക് പ്രശോഭിക്കാം. അതോടൊപ്പം ദൈവത്തെ പകർന്നു കൊടുക്കുന്ന വിശ്വാസ കൈമാറ്റത്തിൻ്റെ ഉടമ്പടി പ്രക്രിയകൾ, അത് കൃപാസനം പത്രം കൈമാറുന്നതാവട്ടെ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതാവട്ടെ, ധ്യാനം ഷെയർ ചെയ്യുന്നതാവട്ടെ, മറ്റുള്ളവരോട് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിത ഭാരങ്ങളിൽ നമ്മൾ ആശ്വാസം പകർന്ന് അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതാവട്ടെ, അതിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തെ ദൈവത്തിന് എന്നേക്കുമായി ഉടമപ്പെടുത്താം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യേകത സാക്ഷിയാക്കിയതിനും സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അക്വിൻ ആൻ്റണി. ഞാൻ സെൻറ്റ് മേരീസ് ഫോറേൻ ചർച്ച് ചേർത്തലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയാനായിട്ട് ഇടവന്നത് ഞാൻ BEd പഠിക്കുന്ന 2022-24 കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിൽ നിന്നാണ്. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തായിരുന്നു. അതും എനിക്കൊരു പ്രചോദനമായിരുന്നു ഈ ഉടമ്പടി എടുക്കാനായിട്ട്. 2022-24 വർഷങ്ങളിൽ ഞാൻ BEd പാസ്സായതാണ്. അത് കഴിഞ്ഞിട്ട് 5 പ്രാവശ്യം ഞാൻ കേറ്ററ്റ് എക്സാം എഴുതി. 2025 സെപ്റ്റംബർ 29-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സാകാനായിട്ട് സാധിച്ചു. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് കാറ്റഗറി 2 പാസ്സാകാനായിട്ട് സാധിച്ചു. 4th അറ്റംപ്റ്റിലാണ് അത് പാസ്സായത്. അമ്മയുടെ ഉടമ്പടിയിൽ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയായിട്ട് മൂന്നാമത്തെ ഉടമ്പടി ചെയ്തപ്പോൾ എനിക്ക് കേറ്ററ്റ് കാറ്റഗറി 2 അമ്മയുടെ സഹായത്താലും അമ്മയുടെ ഉടമ്പടിയുടെ സഹായത്താലും എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടവന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൂട്ടുകാരുമായിട്ട് ഇടപഴകുമ്പോഴാണെങ്കിലും വിശുദ്ധിയോടെയും വിജ്ഞാനത്തോടെയും അവരുമായിട്ട് സംസാരിക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും കൃപാസനം മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ അവരിലേക്ക് എത്തിച്ച് അവരെ കൂടുതൽ ആഴപ്പെടുത്താനും എൻ്റെ കൂടെ പഠിച്ച മറ്റു കുട്ടികളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും കൃപാസനത്തിൽ മാതാവിനെക്കുറിച്ച് കൂടുതൽ അവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമായിട്ട് എനിക്ക് സാധിച്ചു അമ്മയുടെ സഹായത്താൽ. പിന്നെ അമ്മയുടെ സ്ഥിരവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെയുള്ള കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചും പിന്നെ സംസാരിക്കണ മേഖലയിലാണെങ്കിൽ അത് എൻ്റെ നാവിൽ പെരുട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും പറയേണ്ട മേഖലയിൽ പോകുന്ന സ്ഥലത്ത് പറയേണ്ട സാഹചര്യമാണെങ്കിൽ എൻ്റെ നാവിൽ ഉടമ്പടി തൈലം പെരുട്ടിയിട്ട് പോവും. അതുപോലെ തന്നെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന വിശുദ്ധമായ തേൻ ഞാൻ നാവിൽ പെരുട്ടിയിട്ടാണ് പോയി സംസാരിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ കഴിവിനാലല്ല അമ്മയുടെ സഹായത്താലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന രീതിയിലാണ്. ഞാൻ 5 പ്രാവശ്യം എഴുതി എന്ന് പറയുമ്പോൾ ആ 4 പ്രാവശ്യം എഴുതിയതും എൻ്റെ കഴിവിനിൽ ആശ്രയിച്ചും കൊണ്ട് മാത്രമാണ്. പക്ഷേ 5ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയത് എൻ്റെ കഴിവിനെ ആശ്രയിച്ച് മാത്രമല്ല, അതുകൂടാതെ ഉടമ്പടിയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടും
അമ്മ എന്നെ സഹായിക്കുമെന്ന ഉറപ്പായ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോയി എഴുതിയത്. പോയി എഴുതിയ എക്സാം എന്ന് പറയുമ്പോൾ ഇച്ചിരി ടഫൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ അത് വിശുദ്ധമായിട്ട് വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എഴുതി. OMR ഷീറ്റിൽ വിശുദ്ധമായ തൈലം കുരിശ് വരച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഉപ്പാണെങ്കിലും ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതിക്കൊണ്ടാണ് പോയത്. പിന്നെ ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിലൊരു വാഹനം വേണമെന്ന്, ഒരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ എഴുതി, പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞൊന്നുമില്ലായിരുന്നു. സെപ്റ്റംബറിൽ ആദ്യത്തെ ഉടമ്പടി എടുത്ത് നവംബർ ആയപ്പോൾ പപ്പയ്ക്കൊരു അങ്ങനെ കാറ് വാങ്ങണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ വാങ്ങി. അത് ഒരു കാറ് വാങ്ങി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ പപ്പേനും അമ്മേനും കൊണ്ടുപോകാനും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പം എല്ലാ കുടുംബമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആവശ്യപ്പെട്ടത്. അത് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുത്തതും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. വെറുതെ അല്ല കൊണ്ടുപോയി കൊടുക്കുന്നത്. ഓരോ പത്രത്തിലും വിശുദ്ധമായ തൈലം കുരിശ് വരച്ച് ഓരോ പേജിലും ഓരോ പത്രവും മറിച്ച് വിശ്വാസ പ്രമാണം, ഓരോ പത്രം ആദ്യം തൊട്ട് അവസാനം വരെ വിശ്വാസ പ്രമാണം ചൊല്ലി മറിച്ച് പ്രാർത്ഥിച്ച് ഇത് കിട്ടുന്നവർക്ക് അനുഭവപ്പെടണം, മാതാവിനെ അറിയണം, അറിഞ്ഞവർ മാതാവിൽ ആഴപ്പെടണം, അറിയാത്തവർ കൃപാസന മാതാവിനെ അറിയണം എന്നൊരു വിശ്വാസത്തിലും പ്രത്യാശയിലാണ് ഞാനത് എല്ലായിടത്തും കൊണ്ടുപോയി ഓരോ വീടുകളിലും നടന്നു കൊണ്ടുപോയും സൈക്കിളിലും കൊണ്ടുപോയി കൊടുത്തത്. അതിലൂടെ ഒരു വീട്ടിലെ ഒരപ്പനും അമ്മയും ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുമായിരുന്നു. അപ്പോൾ അവരെ ഈശോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കൃപാസന മാതാവിനെക്കുറിച്ച് അവരിൽ ഒരു ബോധ്യം വരുത്താനും എനിക്ക് സാധിച്ചു. പിന്നെ എക്സാമിന് പോയത് ഞാൻ കാശുരൂപം എൻ്റെ കഴുത്തിൽ ധരിച്ചുകൊണ്ടാണ് പോയത്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകും. ആ കുർബാനയിൽ വിശുദ്ധിയോടെയും ശ്രദ്ധയോടെയും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഉടമ്പടി എടുത്തതിലൂടെയാണ് ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. പിന്നെ കൊന്തയെക്കുറിച്ച് പറഞ്ഞാൽ ഡെയിലി ഞാനൊരു പേഴ്സണലായിട്ടൊരു കൊന്ത ചൊല്ലും. അതുകൂടാതെ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് ശ്രദ്ധയോടെ പങ്കെടുക്കാനായിട്ട് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കൂടും. പിന്നെ രാവിലത്തെ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഞാൻ മെഴുകുതിരി കത്തിച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഞാൻ പങ്കെടുക്കും. പിന്നെ റിസൾട്ട് നോക്കിയതെന്ന് പറയുന്നത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നീലത്തിരിയുടെയും പച്ചത്തിരിയുടെയും നടുവിൽ എൻ്റെ മൊബൈൽ വെച്ച് ഉപ്പിട്ട് കൃപാസനം തൈലം പെരട്ടി കൃപാസനം ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി മൊബൈൽ സ്ക്രീനിലിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. പിന്നെ കിട്ടിയ മാർക്കെന്ന് പറഞ്ഞാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസനം മാതാവിനോട് ചോദിച്ചായിരുന്നു എനിക്ക് 93 മാർക്ക് വേണമെന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ മാർക്കും 93 തന്നെ കിട്ടി. ജയിക്കാനായിട്ട് 92 മതി. അമ്മ അഡീഷണൽ ഒരു മാർക്കും കൂടെ എനിക്ക് തന്നു, അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന കൃപാസന മാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉടമ്പടിയിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അമ്മയുടെ സാക്ഷിയായി നോട്ട് ബൈ മെറിറ്റ് മഡ് ബൈ ഗ്രേസ് എന്ന രീതിയിൽ എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം നയിക്കാൻ എനിക്കിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പഠിച്ച മേഖല എന്നുള്ള B.Ed ആണ്, ടീച്ചിങ് ആണ്. അപ്പം പ്രധാനപ്പെട്ടതായിട്ട് സംസാരിക്കുന്നതിനാണല്ലോ കാര്യം. അപ്പം അതിനൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ചില സമയം ടെൻഷൻ കയറുമ്പോൾ എനിക്ക് വിക്ക് പോലെ ചെറുതായിട്ട് വരും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും
ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പിന്നെ വിശുദ്ധമായ തേനൊക്കെ എൻ്റെ നാവിൽ പെരട്ടി പ്രാർത്ഥിച്ചതിലൂടെ അതും കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പോരായ്മകളും എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയും അഭിഷേകവും കൃപയും കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേമിലെ ജലപ്രവാഹം എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. സങ്കീർത്തനം 126 3-4 വചനങ്ങളാണ്. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആ ദൈവത്തിന് നന്ദി പറയുകയാണ്. അനുഗ്രഹങ്ങൾക്കും നന്ദി. ചെയ്ത കാര്യങ്ങൾക്ക് നെഗേമിലെ ജലപ്രവാഹം പോലെ എന്ന പോലെയാണ് കർത്താവിനോട് നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയിൽ നെഗേമിലെ ജലപ്രവാഹം എന്ന പോലെ തന്നെയാണ് വരണ്ട ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, പ്രതിസന്ധികളാവാം, എന്തു തന്നെ ആയാലും ആ മരുഭൂമിയിൽ ജലപ്രവാഹം എന്ന പോലെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. മരുഭൂമിയിൽ പെട്ടെന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെ ദൈവം അപ്രത്യക്ഷമായി അനുഗ്രഹം നൽകുന്ന ഒരു വലിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വരണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണീരോടെ കരഞ്ഞു വിലാപത്തോടെ വരുമ്പോൾ, അമ്മയുടെ സന്നിധിയിൽ വരുമ്പോൾ നെഗേമിലെ ജലപ്രവാഹം എന്ന പോലെയാണ് ആ വരണ്ട നിലയിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. പ്രത്യാശ നഷ്ടപ്പെട്ട സമയങ്ങളിലും ദൈവം ജീവിതം പുതുക്കാൻ കഴിവുള്ളവനാണെന്നുള്ള ഒരു ഉറപ്പാണ് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത്. അക്വീൻ ആൻ്റണി എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ അക്വീനും ഒരുപക്ഷെ വരണ്ട മരുഭൂമിയിലൂടെ ഒരു യാത്രയായിരുന്നു. 4 പ്രാവശ്യം കേറ്ററ്റ് എക്സാം എഴുതി, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന സമയം പോലെ 3 പ്രാവശ്യം എഴുതി പാസ്സായില്ല. 4ാമത്തെ പ്രാവശ്യം അമ്മയെ ഉടമ്പടി എടുത്തു. അമ്മ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചു. അവിടെ ഒരു പേപ്പർ കിട്ടി, പിന്നീട് ഒരു കാറ്റഗറി 2 കിട്ടി. പിന്നീട് അക്വീന് തന്നെ മനസ്സിലായി ഇനി ഉടമ്പടി എടുക്കാതെ രക്ഷയില്ല. 5ാമത്തെ പ്രാവശ്യം കേറ്ററ്റ് എക്സാമിന് പോയപ്പോൾ അക്വീൻ ഉടമ്പടി എടുത്തു. നേർച്ച വസ്തുക്കളായ ഉടമ്പടി കശുരൂപവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് അക്വീൻ പരീക്ഷയ്ക്ക് പോയത്. അന്ന് പ്രാർത്ഥിച്ചതും മാതാവെ 93% മാർക്ക് തന്ന് എന്നെ റിസൾട്ട് നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. 92% മാർക്കാണ് പാസ് മാർക്ക്. ഒരു മാർക്ക് എക്സ്ട്രാ ചോദിച്ചു. അതുപോലെ തന്നെ ചോദിച്ചതുപോലെ തന്നെയാണ് അക്വീൻ പറയുന്നത്, ഞാൻ ചോദിച്ച പോലെ തന്നെ അമ്മ എനിക്ക് തന്നു. ഞാൻ പ്രാർത്ഥിച്ചത് 93%. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, കാരണം ഞാൻ പല പ്രാവശ്യം 3 പ്രാവശ്യം എഴുതി, എൻ്റെ മെറിറ്റിലാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേങ്കിൽ 5ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് കേറ്ററ്റ് എക്സാമിന് പോയി എന്നാണ്. അത് പാസ്സായതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് റിസൾട്ട് കിട്ടി പാസ്സാകാൻ സാധിച്ചു എന്നാണ്. പിന്നീട് ഈ മകൻ പറഞ്ഞത് സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിക്ക് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ തിരുസന്നിധിയിൽ സംസാരിച്ചപ്പോഴും ഒരു കുഴപ്പവുമില്ല. ഈ മകൻ തുടർച്ചയായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. തുടർച്ചയായിട്ട് നേർച്ച വസ്തുവായ തേനും തൈലവും വായിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തേൻ ഉൾക്കൊള്ളുകൊണ്ടാണ് ഈ മകന് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു എന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. വിക്ക് പോലുണ്ടായിരുന്ന ആ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തടസ്സങ്ങളെല്ലാം മാറ്റി, പോരായ്മകളെല്ലാം മാറ്റിത്തന്ന ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് അക്വീൻ ആൻ്റണി പറയുന്നത്. വാഹനം വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ ആഗ്രഹിച്ചു, നിയോഗത്തിൽ സമർപ്പിച്ചു. പക്ഷെങ്കിൽ നടക്കുമെന്ന് തോന്നിയില്ല. പക്ഷെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും നാളും ആഗ്രഹിക്കാത്ത സ്വന്തം അച്ഛൻ ഒരു വാഹനം വാങ്ങിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ, അത് ഈ മകൻ പറയുന്നത് അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ് വാഹനം വാങ്ങിക്കുവാൻ സാധിച്ചു എന്നാണ്. ഇവിടെയെല്ലാം ഈ മകന് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഓരോ കാര്യത്തിലും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുന്നതായിട്ടാണ്. അത് തന്നെയല്ല, കാരുണ്യ പ്രവർത്തികളും ആത്മീയ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം സ്വന്തം അനുഗ്രഹം ലഭിച്ച അനുഗ്രഹങ്ങൾ
മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പ്രേക്ഷിത പ്രവർത്തനമായ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുത്തത്. ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഈ മകൻ ശ്രമിച്ചു. എല്ലാ കാര്യം കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുവാണ്. ആത്മീയ ജീവിതത്തിലും ഒട്ടും മുടക്കാതെ എല്ലാ കാര്യത്തിലും കുർബാനയും കുമ്പസാരവും ജപമാലയും അച്ഛന ധ്യാനങ്ങളും എല്ലാം നല്ല റെഗുലറായിട്ട് തന്നെ നല്ല ഡിസിപ്ലിനായിട്ട് തന്നെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അക്വീൻ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നന്ദി പറയുന്നത്. വചനം നമ്മൾ സങ്കീർത്തനം കേട്ടതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ്. ആ സന്തോഷത്തോടെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത്. നമ്മൾക്കും അക്വീൻ ആൻ്റണിയോട് ചേർന്ന് നിന്ന് നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരണ്ടുപോയ നമ്മുടെ ജീവിതം, അതായത് രോഗങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, ജോലിയില്ലായ്മയാവാം, കടബാധ്യതയാവാം, വീണ്ടും ഉടമ്പടിയിലൂടെ ദൈവം പുനഃസ്ഥാപിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അക്വീൻ ആൻ്റണിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.